നമസ്കാരം. വാർത്താ നെക്സസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വിഷയം മറ്റൊന്നുമല്ല, നമ്മുടെ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. എന്തായാലും വളരെ മികച്ച രീതിയിൽ അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, രക്ഷാപ്രവർത്തനങ്ങൾ, അവിടെ നിന്നും മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഉൾപ്പെടെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ, അതോടൊപ്പം തന്നെ കാണാതായവരെ അന്വേഷിച്ച് നടത്തുന്ന പര്യവേഷണങ്ങൾ, ഇതെല്ലാം തന്നെ വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. നമുക്ക് ഈ ദിവസങ്ങളിൽ അതോടൊപ്പം തന്നെ നമ്മുടെ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ ചില പ്രകൃതി ദുരന്തത്തെക്കാളും വലിയ ദുരന്തങ്ങൾ, ചില ഗാഡ്ഗിൽ പ്രേമികൾ, അതുപോലെ CMDRFനെ വിമർശിച്ചുകൊണ്ട് എത്തുന്ന ചിലർ, അങ്ങനെ ഒരു വശത്ത് അത്തരം ദുരന്തങ്ങൾ നടന്നുകൊണ്ടിരിക്കെ തന്നെ ഇപ്പോൾ നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ എന്താവും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് മുന്നിൽ നിൽക്കുന്നത് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഒരു വിഭാഗം നടത്തുന്ന ഒട്ടും ശാസ്ത്രീയതയില്ലാത്ത കുപ്രചരണങ്ങൾ വളരെ ശക്തിയോടെ തുടരും എന്നുള്ളത് തന്നെയാണ്. അത് ഒരു തരത്തിൽ സഹ്യപർവ്വത മേഖലയിൽ കൃഷി ചെയ്യുന്ന കർഷകർക്കെതിരായുള്ള ഒരുതരം വംശീയ വിദ്വേഷം എന്ന രീതിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വരും ദിവസങ്ങളിൽ ശക്തി പ്രാപിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. നിലവിൽ അപകടമുണ്ടായ സ്ഥലത്ത് എന്താണ് സംഭവിച്ചത്, എവിടെയാണ് ഉരുൾപൊട്ടിയത്, ഇത്തരം കാര്യങ്ങൾ പോലും മനസ്സിലാക്കാതെ കരിങ്കൽ ക്വാറി, മൺഖനനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തികച്ചും നിരുത്തരവാദപരമായ രീതിയിൽ അശാസ്ത്രീയമായ കാര്യങ്ങൾ ഒരു കൂട്ടർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്നിരിക്കെ, ചെറിയൊരു ശാസ്ത്രാവബോധമുണ്ടെങ്കിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ ഉള്ള സോഴ്സുകൾ ലഭ്യമാണെന്നിരിക്കെ, ഇത്തരക്കാർ തികച്ചും ദുഷ്ടതാക്കോടുകൂടി ഒരുതരം വംശീയ വെറി കാണിക്കുന്ന രീതിയിൽ കുടിയേറ്റ കർഷകർ എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ, വനം മാഫിയ എന്നൊക്കെ അവരെ ആക്ഷേപിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു തികച്ചും ഭൂഷണമല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. ഇനി അടുത്ത ഒരു വിഭാഗം എന്ന് പറയുന്നത് പ്രകൃതി സ്നേഹികളുടെ വേറൊരു വിഭാഗം, വികസന വിരോധം കാണിക്കുന്ന ഒരു വലിയ വിഭാഗത്തിന്റെ വരവ് ഇതോടൊപ്പം ഉണ്ടാകും. ഇവർ മൊത്തത്തിൽ കേരളത്തിൽ നടക്കുന്ന കരിങ്കൽ ക്വാറികൾ, അതുപോലെ തന്നെ മണ്ണ് ഖനനം, ഇതിനൊക്കെ എതിരായി തികച്ചും അശാസ്ത്രീയപരമായ രീതിയിൽ ഭീതി ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രചരണം അഴിച്ചുവിടാനുള്ള ഒരു സാധ്യത. ഇത് നേരത്തെ പറഞ്ഞ ഗാഡ്ഗിൽ പ്രേമികളുടെ ഒരു തുടർച്ച തന്നെയാണ്. ഇതോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ടുന്ന മറ്റൊരു സംഗതിയുണ്ട്. ഇനി ഏറ്റവും അധികം എതിർക്കപ്പെടാൻ പോകുന്നത് വയനാട്ടിലേക്ക് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന തുരങ്കപാതയായിരിക്കും. യഥാർത്ഥത്തിൽ വയനാട് പോലെ ദുരന്ത സാധ്യതയുള്ള, അതല്ലെങ്കിൽ പുറത്തു നിന്നും ഒറ്റപ്പെടാൻ സാധ്യതയുള്ള ഒരു പ്രദേശത്തേക്ക് മികച്ച റോഡ് സൗകര്യം ഉണ്ടാക്കുക എന്നുള്ളത് സർക്കാരിന്റെ ഉത്തരവാദിത്വം തന്നെയാണ്. അല്ലെങ്കിൽ ഇത്തരമൊരു ദുരന്തമുണ്ടായ പശ്ചാത്തലത്തിൽ പോലും നമുക്കവിടെ പെട്ടെന്ന് തന്നെ കൂടുതൽ വേഗത്തിൽ സൗകര്യങ്ങൾ എത്തിക്കാനും രക്ഷാപ്രവർത്തകർക്ക് എത്താനും എല്ലാം തന്നെ വയനാട്ടിലേക്ക് ഒരു പാത എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. എന്നാൽ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വയനാട്ടിലെ മണ്ണ് ദുർബലമാണെന്നും അവിടെ തുരങ്കമുണ്ടാക്കിയാൽ വലിയ അപകടമുണ്ടാകുമെന്നും, വയനാട് മൊത്തത്തിൽ ഇടിഞ്ഞ് കോഴിക്കോടേക്ക് വീഴുമെന്നും, വയനാട് അറബിക്കടലിലാകുമെന്നും, സുൽത്താൻ ബത്തേരി ലക്ഷദ്വീപിന് സമീപത്ത് എത്തുമെന്നും എന്നൊക്കെ തരത്തിലുള്ള തികച്ചും എക്സാജറേറ്റ് ചെയ്യപ്പെടുന്ന രീതിയിൽ, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. ഇതിന് പിറകിൽ ചില സംക്ഷിപ്ത താല്പര്യങ്ങളും രാഷ്ട്രീയ താല്പര്യങ്ങളും കൂടി ചേരുമ്പോൾ അത് കൊഴുക്കുകയുള്ളൂ. ഇതോടൊപ്പം തന്നെ ഹിമാലയത്തിൽ ടണൽ തുരന്ന് ജോഷിമട്ടിനെ വിറപ്പിച്ച മോദിയുടെ കേരളീയ പതിപ്പാണ് പിണറായി വിജയൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില മൗദൂദിയൻ എസ്സേകളുമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പിണറായി തേരേനാം എന്നൊക്കെ ടണലിന്റെ പേരിൽ വിളിക്കപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനിയുള്ളത് വേറെ ഒരു വിഭാഗമാണ്. ഇവർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എവിടെയെങ്കിലും എന്ത് സംഭവിച്ചാലും ഉടൻ തന്നെ, പ്രകൃതി ദുരന്തങ്ങൾ എന്ത് സംഭവിച്ചാലും ഉടൻ തന്നെ മുല്ലപ്പെരിയാറിന്റെ പേരിൽ ഭീതി പടർത്തുന്ന ആളുകളാണ്. അവർ ഇതിനോടകം തന്നെ അവരുടെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ അത് വളരെ ശക്തിയുള്ള രീതിയിൽ, ഇപ്പോഴാണെങ്കിൽ AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ചിത്രങ്ങളൊക്കെ സ്വയം ആർക്കും നിർമ്മിക്കാൻ സാധിക്കുമെന്നിരിക്കെ അത്തരത്തിലൊക്കെയാണ് കുപ്രചരണം നടക്കുന്നത്. ഇതിനെതിരെ പൊതുസമൂഹം തീർച്ചയായും ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ശാസ്ത്രീയ അവബോധത്തോടെ കാര്യങ്ങളെ കാണുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, മുന്നോട്ട് പോവുക. ഇപ്പോൾ പലരും പറയും കേരളം ഇതുപോലെ അങ്ങ് നശിച്ചു പോവുകയാണ്, കേരളം ഇങ്ങനെ അങ്ങ് നശിക്കും, പ്രകൃതി ദുരന്തത്തിൽ നശിക്കും, ഇങ്ങനെയാണ് ലോകം നശിക്കുക എന്നൊക്കെ പറഞ്ഞ് ചില
ദൈവവിളിക്കാരും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ദൈവവിളിക്കാർ ഞാൻ ഉദ്ദേശിച്ചത് ദൈവമാണ് ഇതെല്ലാം ചെയ്തത്, ദൈവം നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണെന്നൊക്കെ പറയുന്ന ആളുകളെയാണ്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ കൂടുതൽ നമ്മൾക്ക് മുന്നിൽ ഉണ്ടാകുമ്പോൾ അതിനെ മറികടന്നു പോകാനുള്ള ഒരു ഭൗതികമായ അല്ലെങ്കിൽ ഒരു നമ്മുടെ തലച്ചോറിൽ തന്നെ അത്തരം ചിന്തകൾ വളർത്തിയെടുക്കാൻ കഴിയുന്ന, ശാസ്ത്രീയമായി അതിന് പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന ഒരു ജീവി തന്നെയാണ് മനുഷ്യൻ. അങ്ങനെ തന്നെയാണ് നമ്മൾ ഇവിടെ വരെ എത്തിയിട്ടുള്ളത്. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ബലമുള്ള കോൺക്രീറ്റ് വീടുകൾ തന്നെയാണ് കേരളം പോലെയുള്ള ഒരു സ്ഥലത്ത് ശക്തിയേറിയ മഴയെയും എപ്പോൾ വേണമെങ്കിലും ചാഞ്ഞു വീഴാവുന്ന മരത്തയിൽ നിന്നുമൊക്കെ നമ്മളെ സംരക്ഷിക്കുന്നത്. ഇപ്പോൾ ജപ്പാനെ ഒരു ഉദാഹരണമായി എടുക്കുക. അവിടെ നിരന്തരം ഭൂമി കുലുക്കങ്ങൾ ഉണ്ടാവുന്നു, സുനാമി ഉണ്ടാവുന്നു. അവിടെ അതിന് പറ്റിയ രീതിയിലുള്ള നിർമ്മിതികൾ അവർ ഉണ്ടാക്കുന്നു, അതിനെ അവർ മറികടത്തുന്നു. ഒരിക്കലും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല. യഥാർത്ഥത്തിൽ പ്രകൃതി നമുക്ക് ഒരിക്കലും സൗഹൃദപരമായ ഒരു സാധനമല്ല പ്രകൃതി. അതെപ്പോഴും നമ്മളെപ്പോഴും പ്രകൃതിക്കെതിരായാണ് ജീവിക്കുന്നത്. പ്രകൃതിക്ക് ഇണങ്ങി ജീവിക്കുക എന്ന് പറഞ്ഞാൽ മരണത്തിന് കീഴടങ്ങുക എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും നമ്മൾ ഇതിനൊരു പുതിയ സൊല്യൂഷൻ ഉണ്ടാക്കും. മനുഷ്യൻ ഇതിനെ മറികടന്ന് മുന്നോട്ട് പോകും. അത് മനുഷ്യന്റെ ഇതുവരെയുള്ള ചരിത്രം അങ്ങനെയാണ്, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഇത്തരം ദുരന്തങ്ങളിൽ ഭീതി ഉണ്ടാക്കുന്ന ആളുകൾക്ക്, പേടിയുള്ള ആളുകൾക്ക്, ഇത്തരം ദുരന്തത്തിൽ ഇരകളായവരെ വീണ്ടും വീണ്ടും ഭീതിപ്പെടുത്താതെ ദയവായി അത്തരക്കാർ നിശബ്ദത പാലിക്കുക. ഇനി ആരെങ്കിലും അത്തരത്തിൽ പ്രചരണം നടത്തുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ മറുപടി നൽകി ആ പ്രചരണത്തെ നമ്മൾ എതിർക്കേണ്ടതുമുണ്ട്. എന്തായാലും പ്രചരണവും കുപ്രചരണവും കൊഴുക്കട്ടെ, സത്യം വിജയിക്കട്ടെ. എല്ലാത്തിനെയും മറികടന്നു പോകാനുള്ള മനുഷ്യന്റെ ആ ശക്തിയുടെ പുറത്ത് തന്നെ നമുക്ക് ഇതിനെയും മറികടക്കാം. നന്ദി, നമസ്കാരം.